ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പാർട്ടിൽ ഞാൻ പറഞ്ഞു നിർത്തിയിരുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ആ ക്ലാസ് കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ദയവായി ഇടാവുന്നതാണ്. അതിനനുസരിച്ച് നമുക്ക് കമൻസ് നോക്കി ഡൗട്ട് സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾ ബെൽ ബട്ടണും അമർത്തിയാലേ വരും ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇലക്ട്രിസിറ്റിയിലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓംസ് ലോ ആണ് ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ രണ്ട് ബീക്കറുകൾ എടുക്കുകയാണ്. ഫസ്റ്റ് ബീക്കർ എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു, രണ്ടാമത്തെ ബീക്കർ നമ്മൾ ബി എന്നും റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഈ രണ്ട് ബീക്കറിനകത്തും വെള്ളം ഉണ്ട്. അത് ഒരു ലെവലിലല്ല വെള്ളം. ഒന്നാമത്തെ ബീക്കറിൽ ഇത്തിരി കൂടുതലാണ്, രണ്ടാമത്തെ ബീക്കറിൽ കുറവുമാണ്. ഈ രണ്ട് ബീക്കറുകളെ തമ്മിൽ നമ്മൾ ഒരു പൈപ്പ് യൂസ് ചെയ്ത് ബോട്ടത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് എ എന്ന് പറയുന്ന ബീക്കറിൽ നിന്ന് ബി എന്ന് പറയുന്ന ബീക്കറിലേക്ക് എന്ത് ഫ്ലോ ഉണ്ടാകും? വെള്ളത്തിൻ്റെ ഫ്ലോ ഉണ്ടാകും. ഇനി ഈ ഫിഗറിനെ ഞാനൊന്ന് മാറ്റി എന്ന് വരയ്ക്കുകയാണ്. രണ്ടാമത്തെ കേസിൽ നോക്കിക്കേ, എ എന്ന് പറയുന്ന ബീക്കറിൽ ഭയങ്കര ലെവൽ കൂടുതലാണ് വാട്ടറിൻ്റെ. ബിയുടെ ലെവലാണെങ്കിലോ ഭയങ്കര താഴെയുമായിരിക്കും വാട്ടർ ലെവൽ. അപ്പോൾ ഇവിടെയും എന്ത് സംഭവിക്കും? വെള്ളം ഏത് ലെവലിൽ നിന്ന് ഏതിലേക്ക് പോകും? എയിൽ നിന്ന് ബിയിലേക്ക് വാട്ടർ ഫ്ലോ ഉണ്ടാകും. പക്ഷേ നമ്മൾ ആദ്യത്തെ കേസിൽ വാട്ടർ ഫ്ലോ എങ്ങനെയായിരിക്കുമോ അതിനേക്കാൾ കുറച്ചും കൂടെ റേറ്റ് കൂടിയായിരിക്കും വെള്ളം ഈ കേസിൽ ഫ്ലോ ചെയ്യുക. അതായത് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പൈപ്പ് തന്നെ നമ്മൾ കുറച്ച് തുറക്കുമ്പോൾ ചെറുതായിട്ടേ വെള്ളം വരുന്നുള്ളൂ അല്ലേ? പക്ഷെ നമ്മൾ ഫുൾ ടാപ്പ് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. അതായത് സെയിം തന്നെ ഇവിടെയും ആദ്യത്തെ കേസിൽ ലെവല് ഡിഫറൻസ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ വെള്ളത്തിൻ്റെ ഫ്ലോ അതിനനുസരിച്ച് കുറവായിരിക്കും. രണ്ടാമത്തെ കേസിൽ ഡിഫറൻസ് കൂടി, ഈ ഡിഫറൻസ് കൂടി, അപ്പോൾ വെള്ളത്തിൻ്റെ ഫ്ലോയ്ക്കും എന്തായി? കൂടുതലാണ് സംഭവിച്ചത്. ഇതേ കേസ് തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിലും പറയാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുമ്പോൾ കറണ്ട് ഫ്ലോ കൂടുന്നു, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറയുമ്പോൾ കറണ്ട് ഫ്ലോ കുറയുന്നു. അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു എനർജി ലെവലിൽ വരുന്ന ഡിഫറൻസ് ആണല്ലോ. അപ്പോൾ അത് കൂടുമ്പോൾ കറണ്ട് ഫ്ലോയും കൂടും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറയുമ്പോൾ കറണ്ട് ഫ്ലോയും കുറയും. ഇതാണ് ഓംസ് ലോ പറയുന്നത്. ഓംസ് ലോ പറയുന്നത് ബൈ ഡെഫിനിഷൻ ഓംസ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, at constant temperature the potential difference applied across a conductor is directly proportional to the current flowing through the conductor. അപ്പോൾ ഓംസ് ലോയിൽ നമ്മൾ ഒരു കണ്ടീഷനും കൂടെ ഉൾപ്പെടുത്തണം. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ the potential difference applied across a conductor is directly proportional to the current flowing through that conductor. അപ്പോൾ എങ്ങനെ എഴുതാം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ എഴുതാം. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടിയാൽ എന്തും കൂടും? കറണ്ടും കൂടും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറഞ്ഞാൽ എന്തും കുറയും? കറണ്ടും കുറയും. എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമുക്ക് മാറണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറി ഇക്വാലിറ്റി കൊണ്ടുവരണമെങ്കിൽ നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ബി ഈക്വൽ ടു ഐ ഇൻറ്റു, ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത കോൺസ്റ്റന്റിനെ ആർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ബി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഇതാണ് നമ്മുടെ ഓംസ് ലോ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടിയാൽ കറണ്ട് കൂടും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറഞ്ഞാൽ കറണ്ട് കുറയും. ഇനി ആർ എന്ന് പറയുന്ന ടേം, ഈ ആർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ടേം ആണ്. ആ ടേമിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ആ മെറ്റീരിയൽ ഏതാണോ യൂസ് ചെയ്തിരിക്കുന്നത് ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് ആണ് ഇവിടെ ആർ എന്ന് പറയുന്നത്. അപ്പോൾ ആർ ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ മെറ്റീരിയൽ. ആർ ഈസ് ദ resistance of the material. ഓക്കെ, ഇനി നമുക്കിത് എക്സ്പെരിമെന്റ് വൈസ് നമുക്ക് ചെയ്ത് നോക്കാം.
അതായത് നമ്മളൊരു സർക്യൂട്ട് എടുക്കുക, സർക്യൂട്ടിൽ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുക, അമ്മീറ്ററും കണക്ട് ചെയ്യുക. നേരത്തെ ഞാൻ വോൾട്ട് മീറ്ററും അമ്മീറ്ററും പറഞ്ഞപ്പം എങ്ങനെയാണ് കണക്ഷൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും വോൾട്ട് മീറ്ററിൻ്റെ അമ്മീറ്ററിൻ്റെ ഒക്കെ കണക്ഷൻ എങ്ങനെയാണ്. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പാർട്ട് 1ന്റെ ലിങ്ക് ഇട്ടിട്ടുള്ളതാണ്. അപ്പം അത് കയറി കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 2 വീഡിയോയിലേക്ക് വരിക. അപ്പം അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് വോൾട്ട് മീറ്റർ അമ്മീറ്റർ കണക്ഷൻ എല്ലാം പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ വോൾട്ട് മീറ്ററിലും അമ്മീറ്ററിലും ഉള്ള വോൾട്ടേജും കറണ്ടും മെഷർ ചെയ്യുക. അപ്പം നമ്മൾ ഓരോ ഇൻസ്റ്റന്റിലെയും, അതായത് ഒരേ കണ്ടക്ടറിൽ തന്നെ ഓരോ ഇൻസ്റ്റന്റിലെയും കറണ്ടും വോൾട്ടേജും മെഷർ ചെയ്യാമെന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്തപ്പോൾ കിട്ടി V1 ആണ് വാല്യൂ കിട്ടിയതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു കറണ്ട് കിട്ടി, I1 കിട്ടി. രണ്ടാമത്തെ എക്സ്പെരിമെന്റ് ചെയ്തു സെയിം മെറ്റീരിയലിൽ തന്നെ. അപ്പോൾ നമുക്ക് V2 I2 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. മൂന്നാമത്തെ എക്സ്പെരിമെന്റ് ചെയ്തു നമ്മൾ. അപ്പോൾ നമുക്ക് V3 I3 എന്ന് പറഞ്ഞ കറണ്ടും വോൾട്ടേജും കിട്ടി. എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ 0, അതായത് സ്റ്റാർട്ടിങ്ങിന്റെ സമയത്ത് വോൾട്ടേജ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. പതുക്കെ പതുക്കെ നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് വരുവാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സപ്പോസ് 0.5 വോൾട്ട് കൊടുത്തു, അതിനുശേഷം 1 വോൾട്ട് കൊടുത്തു, ശേഷം 1.5 കൊടുത്തു, അങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുന്ന രീതിയിലാണ് ഇത് ഓരോന്നും എടുക്കുന്നത്. അതൊക്കെ നോക്കിയാൽ മനസ്സിലാകും. ഈ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കറണ്ടിന്റെ വാല്യൂ അമ്മീറ്റർ റീഡ് ചെയ്യുന്നത് കൂടുതലായിരിക്കും. ഇപ്പോൾ സപ്പോസ് 0.2 ആംപിയർ ആണ് ഫസ്റ്റ് കേസിൽ വന്നതെങ്കിൽ 0.5 ആയിരിക്കും രണ്ടാമത്തെ കേസിൽ വരുന്നത്. അതായത് ഇൻക്രീസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ, അങ്ങനെയായിരിക്കും വരുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ഇതിനെ റേഷ്യോ എടുക്കുക. റേഷ്യോ എന്ന് പറഞ്ഞാൽ V/I റേഷ്യോ കണ്ടുപിടിക്കുക. അതായത് V1/I1 ചെയ്യുക, അതുപോലെ V2/I2 ചെയ്യുക, അതുപോലെ V3/I3 ചെയ്യുക. എത്ര എക്സ്പെരിമെന്റ് ഉണ്ടോ അത്രയും തവണയും റേഷ്യോ എടുക്കുക. അപ്പൊ ഫസ്റ്റിന് വരുമ്പോൾ V1/I1, രണ്ടാമത്തേന്റെ വരുമ്പോൾ V2/I2, മൂന്നാമത്തേന്റെ വരുമ്പോൾ V3/I3. നിങ്ങൾക്ക് ഇത് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകും. നമ്മൾ എത്ര നമുക്ക് സെറ്റ് ഓഫ് എക്സ്പെരിമെന്റ്സ് ഉണ്ടോ അത്രയും സെറ്റ് ഓഫ് എക്സ്പെരിമെന്റ്സിനും നമ്മൾ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ V/I റേഷ്യോ നിയർലി കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും നമ്മൾക്ക് കിട്ടുക. അതായത് ഇപ്പൊ സപ്പോസ് ഇതൊരു 9.9 ആണെന്നുണ്ടെങ്കിൽ ഇത് 10 ആയിരിക്കാം, ഇത് 9.98 ആയിരിക്കാം. അതായത് ഓൾമോസ്റ്റ് എന്താണ്, ഒരു റേഞ്ച് എല്ലാം ഏകദേശം എല്ലാത്തിൻ്റെ സെയിം ആണ്. അതായത് ഏതെടുത്താലും നിയർലി കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അതാണ് നമുക്ക് ഓംസ് ലോയുടെ എക്സ്പെരിമെന്റൽ റിസൾട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വോൾട്ടേജും കറണ്ടും മെഷർ ചെയ്തു തമ്മിൽ റേഷ്യോ എടുത്താൽ നമ്മൾക്ക് കിട്ടുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. നിങ്ങൾ ഈ ഇക്വേഷൻ നോക്കുക. നമുക്ക് ഇവിടെ എന്താ V=I × R എന്ന് പറയും. R എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ R എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. ഇതിൽ നിന്ന് R എന്ത് വരും? R = V/I എന്ന് എഴുതാം അല്ലെ. R റെസിസ്റ്റൻസ് = V/I എന്ന് എഴുതാം. അപ്പൊ R നമുക്കൊരു കോൺസ്റ്റന്റ് ആണ് കിട്ടി. അതെങ്ങനെയാണ് കിട്ടിയത്? V/I ചെയ്തപ്പോൾ. ഇനി എക്സ്പെരിമെന്റിൽ നമുക്ക് ചെയ്തപ്പോൾ കിട്ടിയത് എന്താണ്? V/I എടുത്തപ്പോഴെല്ലാം ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇത് സെയിം ആയി. അതായത് നമുക്ക് V/I എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അത് റെസിസ്റ്റൻസ് ആണ്. അതായത് ഓരോ മെറ്റീരിയലിനും ഓരോ റെസിസ്റ്റൻസ് ആയിരിക്കും. അത് ഏതൊക്കെ സമയത്തും കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ കണ്ടീഷൻ ഉണ്ട്, മറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിരിക്കണം. അതായത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ മാത്രമേ ഈ റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ. ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് വേരി ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഓംസ് ലോയിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വരുമെന്ന് നോക്കാം. അതായത് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വിക്കും എക്സ് ആക്സിസിൽ വി, വൈ ആക്സിസിൽ കറണ്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതെങ്ങനെയാ വരുന്നതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഐ എങ്കിൽ ഇത് വി. തിരിച്ചും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം സീറോ കേസ്, ഈ പോയിന്റ് എന്ന് പറയുന്നത് സീറോ ആണല്ലോ. സീറോ കേസ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. അതായത് നമ്മൾ സോഴ്സോ സെല്ലോ ബാറ്ററി ഒന്നും കണക്ട് ചെയ്തിട്ടില്ലാത്ത കേസിൽ അവിടെ കറണ്ട് ഇല്ല. അപ്പോൾ വോൾട്ടേജ് സീറോ ആണെങ്കിൽ എന്തും സീറോ ആയിരിക്കും, കറണ്ടും സീറോ ആയിരിക്കും. നമ്മൾ എക്സ്പെരിമെന്റൽ വഴി ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തപ്പോൾ എന്തും ഇൻക്രീസ് ആയി, കറണ്ടും ഇൻക്രീസ് ആയി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഒരു ലീനിയർ ഗ്രാഫ് ആയിരിക്കും അല്ലെ. ഒരു ലീനിയർ ഗ്രാഫ് ആയിരിക്കും, ഒറിജിനൽ ഫ്രം സീറോ. ഇനി ഈ ഗ്രാഫ് ഇങ്ങനെ തന്നെ വരണമെന്നില്ല, ഇങ്ങനെ ചരിഞ്ഞ് വരാം, ഇങ്ങനെയും വരാം. പക്ഷെ നമ്മൾ ഗ്രാഫ് ശ്രദ്ധിക്കുമ്പോൾ എപ്പോഴും ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. അതെങ്ങനെയുള്ളതായിരിക്കും? വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഗ്രാഫ്. അതിനെ ലീനിയർ ഗ്രാഫ് എന്ന് പറയും. ലീനിയർ റിലേഷൻഷിപ്പാണ് നമുക്ക് ഒരു ഗ്രാഫിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഓംസ് ലോയിൽ പറയാനുള്ളത്.
നിങ്ങൾ നോക്കി ഈ ഓംസ് ലോയിൽ നമുക്ക് ഗ്രാഫിൽ നിന്ന് നമ്മുടെ റിസൾട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണല്ലോ ഈ ലൈൻ എന്ന് പറയുന്നത്. ഈ ലൈനും ഈ ഐ എന്ന് പറയുന്ന എക്സ് ആക്സിസും തമ്മിൽ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട് ഇല്ലേ? ലെറ്റ് ആംഗിൾ ബി ഏതെങ്കിലും ഒരു ആംഗിൾ ആയിക്കോട്ടെ, നമുക്ക് അറിയില്ല, അതിനെ തീറ്റ വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇനി ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് ഞാൻ എടുക്കുവാണ്. സ്ലോപ്പ് എന്ന് ഉദ്ദേശിച്ചാൽ സ്ലോപ്പ്, ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആംഗിൾ തീറ്റയാണ്, ടാൻ തീറ്റ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്ലോപ്പ് ഓഫ് ആൻ ഗ്രാഫ് എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ് നമ്മൾ എടുക്കുന്നത്. ടാൻ തീറ്റ ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്, മാത്സിൽ ട്രിഗ്നോമെട്രി പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ് ടാൻ തീറ്റ ഒക്കെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന്. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ടാൻ തീറ്റയാണ് എടുക്കേണ്ടത്. ഇത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് y ആക്സിസ് ഡിവൈഡഡ് ബൈ x ആക്സിസ് ചെയ്താൽ മതി. ഒരു ഗ്രാഫിന്റെ y ആക്സിസ് ഡിവൈഡഡ് ബൈ x ആക്സിസ് ചെയ്താൽ സ്ലോപ്പ് കിട്ടും. അപ്പൊ ഇവിടെ y ആക്സിസ് എന്താണ്? y ആക്സിൽ എന്താ ഉള്ളത്? വോൾട്ടേജ് V ആണുള്ളത് അല്ലെ? അപ്പൊ V എഴുതുക ഡിവൈഡഡ് ബൈ x ആക്സിസ്. x ആക്സിസിൽ എന്താ ഉള്ളത്? കറണ്ട് I ആണുള്ളത് അല്ലെ? കറണ്ട് I എഴുതുക. അപ്പം V ബൈ I എന്ന് നമുക്ക് സ്ലോപ്പ് കിട്ടി. ഇനി V ബൈ I നമുക്ക് എന്താണെന്നറിയാം? R ആണെന്നറിയാം അല്ലെ? അപ്പൊ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് വരും? ടാൻ തീറ്റ, അതായത് സ്ലോപ്പ് ഈക്വൽ ടു റെസിസ്റ്റൻസ് എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പം നമ്മൾ ഓംസ് ലോ എടുത്താൽ അതിന്റെ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓംസ് ലോയിൽ പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഓംസ് ലോ പറഞ്ഞപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു പുതിയ ടേം കിട്ടി. എന്താ? റെസിസ്റ്റൻസ് എന്താണ് അല്ലെ? റെസിസ്റ്റൻസിനെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ പാർട്ട് 1 ക്ലാസ്സുകളിലെല്ലാം മീറ്ററും വോൾട്ട് മീറ്റർ ഒക്കെ പറഞ്ഞപ്പോൾ ലോ റെസിസ്റ്റൻസ്, ഹൈ റെസിസ്റ്റൻസ് എന്നെല്ലാം പറഞ്ഞായിരുന്നു. അപ്പൊ ഈ റെസിസ്റ്റൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു കണ്ടക്ടർ എടുക്കുക. അപ്പൊ കണ്ടക്ടറിൽ കൂടെ കറണ്ട് ഫ്ലോ നടക്കുകയാണ്. ഈ കറണ്ട് ഫ്ലോയ്ക്ക് എതിരെയായിട്ട് ആ മെറ്റീരിയൽ തന്നെ ആ കറണ്ട് ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അതായത് ഏതൊരു മെറ്റീരിയൽ എടുത്താലും ആ ഒരു മെറ്റീരിയൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫ്ലോയെ, കറണ്ടിന്റെ ആ ഫ്ലോയെ ആ മെറ്റീരിയൽ തന്നെ ഒപ്പോസ് ചെയ്യും, എതിർക്കും. ആ റെസിസ്റ്റ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് റെസിസ്റ്റൻസ് ഈസ് ദ ഒപ്പോസിഷൻ offered by the conductor itself against the flow of current through that conductor. അതേ കണ്ടക്ടറിൽ കൂടെ തന്നെ കറണ്ട് ഫ്ലോ നടക്കുമ്പോൾ സെയിം കണ്ടക്ടർ തന്നെ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് R. നമുക്ക് ഓംസ് ലോയുടെ ഇക്വേഷനിൽ നിന്ന് R V by I നമ്മൾ എഴുതിയിരുന്നു. R equal to V by I എന്ന് നമ്മൾ എഴുതിയിരുന്നു. ഇനി റെസിസ്റ്റൻസിന് ഒരു യൂണിറ്റ് ഉണ്ട്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് വരുന്നത് SI യൂണിറ്റ് വരുന്നത് ഓമിലാണ്. OHM ഓം. ഓം സിമ്പൽ ഇങ്ങനെയാണ് ഇതിന്റെ ഓം വരുന്നത്. ഇനി നമുക്ക് റെസിസ്റ്റൻസിനെ, ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനെ നമുക്ക് വേരി ചെയ്യിക്കാനൊക്കെ പറ്റും. അതായത് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്ന മെറ്റീരിയലുകളുണ്ട്, കാർബൺ റെസിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. ആ മെറ്റീരിയൽ യൂസ് ചെയ്ത് നമുക്ക് റെസിസ്റ്റൻസ് ഒരു സർക്യൂട്ടിലേക്ക് കൊടുക്കാൻ പറ്റും. റെസിസ്റ്റൻസിനെ നമുക്ക് വേരി ചെയ്യിക്കാനൊക്കെ പറ്റും. റെസിസ്റ്റൻസിന്റെ സിമ്പൽ വരിക, റെസിസ്റ്റൻസിന്റെ അല്ല റെസിസ്റ്ററിന്റെ സിമ്പൽ വരുന്നത് ഇങ്ങനെയാണ്. റെസിസ്റ്ററിന്റെ സിമ്പൽ വരുന്നത്, റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടറിൽ റെസിസ്റ്റൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന ചെറിയ കമ്പോണൻസ് ആണ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. റെസിസ്റ്ററിന്റെ സിമ്പൽ ഇതായിരിക്കും. ഇതൊരു ഫിക്സഡ് റെസിസ്റ്റർ ആണ്. അതായത് ഇപ്പോൾ സപ്പോസ് ഓമിലാണല്ലോ നമ്മൾ റെസിസ്റ്റൻസ് പറയുന്നത്. ഇതൊരു 5 ഓമിന്റെ ഒക്കെ ആണെങ്കിൽ ഇത് ഫിക്സഡ് ആയിരിക്കും, 5 ഓം എന്ന് തന്നെയായിരിക്കും കിടക്കുന്നത്. ഇനി ഇത് വേരിയബിൾ റെസിസ്റ്റർ ആയിട്ട് വരാം. വേരിയബിൾ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ വേരി ചെയ്യിക്കാൻ നമുക്ക് പറ്റും. അതായത് ഒരു പർട്ടിക്കുലർ വാല്യൂവിന്റെ റേഞ്ചിനുള്ളിൽ നമുക്ക് ചിലപ്പോൾ 0 to 5 ഓം എന്നൊക്കെ ആയിരിക്കും കിടക്കുക. അതായത് 0 മുതൽ 5 വരെയുള്ള റെസിസ്റ്റൻസുകൾ ഇതിന് സാധ്യമാണ് എന്നാണ് അർത്ഥം. ഇനി മൂന്നാമതൊരു ടൈപ്പ് ഉണ്ട്, അതിന് റിയോസ്റ്റാറ്റ് എന്നാണ് പറയുന്നത്. റിയോസ്റ്റാറ്റ് അതിന്റെ സിമ്പൽ വരിക ഇങ്ങനെയാണ്. റിയോസ്റ്റാറ്റ്. ഈ റിയോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. ഇതിനൊരു 3 ടെർമിനൽ ഉണ്ട്. ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് 2 ടെർമിനൽസേ ഉള്ളൂ അല്ലേ? പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ഇതിന് 3 കണക്ഷൻസ് പോസിബിൾ ആണ്. ഇതും ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് ആണ്. വേരിയബിൾ റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചില സർക്യൂട്ടുകളിൽ നമുക്ക് കറണ്ടിനെ ലിമിറ്റ് ചെയ്യേണ്ടി വരും. അതായത് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന ഫാക്ടർ ആണ് റെസിസ്റ്റൻസ്. അപ്പൊ റെസിസ്റ്റൻസ് കൂടിയാൽ കറണ്ട് കുറയും അല്ലെ? റെസിസ്റ്റൻസ് കൂടാന്ന് പറഞ്ഞാൽ അത്രയും അതിന് തടസ്സമാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? തടസ്സം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കറണ്ട് കുറയുകയാണ് ചെയ്യുന്നത് റെസിസ്റ്റൻസ് കൂടിയാൽ. റെസിസ്റ്റൻസ് കുറവെന്ന് ഉദ്ദേശിച്ചാൽ എന്താ? കറണ്ട് കൂടും. റെസിസ്റ്റൻസ് കുറവെന്ന് പറഞ്ഞാൽ അതിന് കറണ്ടിനെ എതിർക്കാനുള്ള ആ ഒരു റെസിസ്റ്റീവ് പവർ
കുറവാണെന്നാണ് അർത്ഥം. അപ്പൊ അതിൽ കൂടെ എന്ത് മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യും. റെസിസ്റ്റൻസ് കൂടിയാൽ കറണ്ട് കുറയും, റെസിസ്റ്റൻസ് കുറഞ്ഞാൽ കറണ്ട് കൂടും. റെസിസ്റ്റൻസും കറണ്ടും ഇൻഡയറക്ട്ലി ആണ് പ്രൊപ്പോർഷണൽ ആകുന്നത് അല്ലെ, ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. അപ്പൊ നമ്മൾക്ക് ചില സർക്യൂട്ടുകൾക്ക് ഒരുപാട് കറണ്ട് വേണ്ടി വരില്ല അല്ലെ. നമ്മുടെ സപ്ലൈ എന്ന് പറയുന്ന ഒരു ഫിക്സഡ് കറണ്ട് ആണ് അല്ലെ, സപ്ലൈ നമ്മൾ കൊടുക്കുന്ന ഒരു ഫിക്സഡ് കറണ്ട്, അത്രയും കറണ്ട് വേണ്ടി വരത്തില്ല ചില ഡിവൈസുകൾക്ക്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് കറണ്ടിനെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റെസിസ്റ്റൻസിന്റെ വാല്യൂസ് ഒക്കെ ആയിരിക്കും നമ്മളവിടെ കൊടുക്കുക. മനസ്സിലായി? അപ്പൊ ചിലപ്പം ചിലതിനൊക്കെ കറണ്ട് കൂടുതൽ വേണ്ടി വരും, അവിടെ നമ്മൾ റെസിസ്റ്റൻസ് അതിനനുസരിച്ച് മാറ്റി കൊടുക്കും. അപ്പൊ ഇതാണ് റെസിസ്റ്റൻസിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് റെസിസ്റ്റൻസ് വേണ്ടത്. ഇനി നമുക്ക് അറിയേണ്ടത് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഒരു ഫാക്ടർ ഞാൻ പറഞ്ഞായിരുന്നു ടെമ്പറേച്ചർ ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇനി ബാക്കിയുള്ള 2-3 ഫാക്ടേഴ്സ് ഉണ്ട്, അതും കൂടെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ഒരു ഫാക്ടർ ഞാൻ ഓംസ് ലോ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിരിക്കണമെന്ന് അല്ലെ. ടെമ്പറേച്ചർ മാറിയാൽ റെസിസ്റ്റൻസ് മാറും. അപ്പോൾ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്, ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. അതായത് ഇപ്പൊ സപ്പോസ് ഞാനൊരു കണ്ടക്ടർ ഇവിടെ എടുക്കുകയാണ്, ഇതാണ് ഒരു കണ്ടക്ടർ. ഈ കണ്ടക്ടറിന് ഒരു പ്രത്യേക ഏരിയ ഉണ്ട്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതായത് അതിന് നമ്മൾ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ സർഫസിൽ വരുന്ന ഏരിയ ആണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. അത് ഞാൻ എ കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. ഇനി ഇതിനൊരു പ്രത്യേക നീളമുണ്ട് അല്ലെ, ആ ലെങ്തിനെ ഞാൻ എൽ കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. എല്ലാണ് ഇതിന്റെ ലെങ്ത് എന്നിരിക്കട്ടെ. അപ്പം ഇത്രയും ഭാഗത്തൂടെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെന്ന് സപ്പോസ് ചെയ്യുക. അപ്പൊ ഇതിന്റെ ക്രോസ് സെക്ഷൻ ഓഫ് ഏരിയ എയും ലെങ്ത് എല്ലും ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിന്റെ ലെങ്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും. അതായത് ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും, ലെങ്ത് കുറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 2 കോപ്പർ കണ്ടക്ടേഴ്സ് തന്നെ എടുക്കും, അല്ലെങ്കിൽ 2 കോപ്പർ കണ്ടക്ടേഴ്സ് അല്ല, 2 സിമിലർ അല്ലാത്ത 2 കണ്ടക്ടേഴ്സ് നമ്മൾ എടുത്തു. ഒരെണ്ണം കോപ്പറും ഒരെണ്ണം സിൽവറും ആണെന്ന് ഇരിക്കട്ടെ. രണ്ടിനും 2 ലെങ്ത് ആണെന്ന് ഇരിക്കട്ടെ. രണ്ടിന് 2 ലെങ്ത്, ഒരെണ്ണത്തിന് നീളം കൂടുതലോ ഒരെണ്ണത്തിന് നീളം കുറവാണെന്ന് ഇരിക്കട്ടെ. അപ്പൊ നീളം കൂടുതലുള്ളതിന് എന്തായിരിക്കും? റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. നീളം കുറവുള്ളതിന് റെസിസ്റ്റൻസ് കുറവും ആയിരിക്കും. അങ്ങനെയാണ് ലെങ്ത്തും റെസിസ്റ്റൻസും തമ്മിൽ പ്രപ്പോർഷൻ ആണ്, ഡയറക്ട്ലി പ്രപ്പോർഷൻ ആണെന്ന് പറയും. രണ്ടാമത്തെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ആണ് ലെങ്ത് എന്ന് പറയുന്നത്. ലെങ്ത്. അപ്പൊ ലെങ്ത്തും റെസിസ്റ്റൻസും എങ്ങനെയായിരിക്കും? ആർ പ്രപ്പോർഷണൽ ടു എൽ ആയിരിക്കും. ഈ മൂന്നാമത്തെ നമ്മുടെ ഫാക്ടർ ആണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു കണ്ടക്ടർ എടുത്താൽ അതിന് മുറിച്ചു കഴിഞ്ഞാൽ ആ 2 സൈഡിലും വരുന്ന ആ സർഫസ് ഏരിയ ആണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും റെസിസ്റ്റൻസും എപ്പോഴും ഇൻഡയറക്ട്ലി പ്രപ്പോർഷൻ ആയിരിക്കും. ഇൻഡയറക്ട്ലി പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കും. ഏരിയ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും, ഏരിയ കുറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ആർ പ്രപ്പോർഷണൽ ടു 1/a അല്ലെ, ഇൻഡയറക്ട്ലി എന്ന് കാണിക്കാനായിട്ടാണ് 1/a എടുത്തത്. അപ്പൊ ആർ പ്രപ്പോർഷണൽ ടു 1/a. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഫാക്ടർ. മൂന്നാമത്തെ ഫാക്ടർ ഏതാണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇനി നാലാമതൊരു ഫാക്ടറും കൂടെ ഉണ്ട്, അതിനെ നമ്മൾ നേച്ചർ ഓഫ് മെറ്റീരിയൽ എന്നാണ് പറയുന്നത്. നാലാമത്തെ ഫാക്ടർ എന്താണ്? നേച്ചർ ഓഫ് മെറ്റീരിയൽ. നേച്ചർ ഓഫ് മെറ്റീരിയൽ. നേച്ചർ ഓഫ് മെറ്റീരിയൽ എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ ഏതാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതായത് സപ്പോസ് ഞാൻ കോപ്പർ കണ്ടക്ടർ എടുത്താൽ അതിന്റെ റെസിസ്റ്റൻസ് എന്താണോ അതായിരിക്കില്ല മറ്റേതെങ്കിലും ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും 4 കാര്യങ്ങളാണ് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അതൊക്കെയാണ് ഒന്നാമത്തത് ടെമ്പറേച്ചർ, രണ്ടാമത്തത് ലെങ്ത്തും റെസിസ്റ്റൻസും ഡയറക്ട്ലി പ്രപ്പോർഷൻ ആയിരിക്കും. മൂന്നാമത്തത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതെങ്ങനെയായിരിക്കും? ഇൻഡയറക്ട്ലി പ്രപ്പോർഷൻ ആയിരിക്കും. നാലാമത്തത് നേച്ചർ ഓഫ് മെറ്റീരിയൽ. മനസ്സിലായല്ലോ? അപ്പൊ ഇനി ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് റെസിസ്റ്റൻസിന് ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. എങ്ങനെ വരുമെന്ന് നോക്കാം. അപ്പൊ ഞാൻ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറഞ്ഞു, അതൊന്നും കൂടെ ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുവാണ്. ഫസ്റ്റ് കേസ് നമുക്ക് ബൈ ഇക്വേഷൻ ആണ് വേണ്ടത്. അപ്പം ലെങ്ത്തും ഏരിയയും തമ്മിലുള്ള റിലേഷന്റെ ഇക്വേഷൻസ് ആണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്.
അപ്പൊ നമുക്കറിയാം R പ്രപ്പോർഷണൽ ടു L ആണെന്നറിയാം. അതുപോലെ തന്നെ R പ്രപ്പോർഷണൽ ടു 1/A ആണെന്നും അറിയാം. ഇനി ഈ രണ്ട് ഇക്വേഷനുകളെ ഞാൻ ക്ലബ് ചെയ്ത് എഴുതാൻ പോവാം. ക്ലബ് ചെയ്താൽ ഒരുമിച്ച് അങ്ങ് എഴുതാൻ പോവാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? R പ്രപ്പോർഷണൽ ടു L/A എഴുതാമല്ലോ അല്ലെ? R പ്രപ്പോർഷണൽ ടു L/A വരും. ഇനി പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഇക്വാലിറ്റി കൊണ്ടുവരാൻ പോവുകയാണ്. അതിന് വേണ്ടി ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ കോൺസ്റ്റന്റ് ആണ് എന്ത്? റോ എന്ന് വിളിക്കും. ആ കോൺസ്റ്റന്റ് എന്ത് വിളിക്കും? റോ എന്ന് വിളിക്കും. അപ്പൊ എങ്ങനെ എഴുതാം? റോ ഇൻറ്റു L/A. ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. R ഈക്വൽ ടു റോ ഇൻറ്റു L/A. യൂണിറ്റ് സെയിം ആണ്, ഓം തന്നെയാണ് യൂണിറ്റ് വരുന്നത്. ഓം കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഇനി നമുക്കറിയാം നമ്മൾ ഓംസ് ലോയിൽ നിന്ന് നമുക്ക് റെസിസ്റ്റൻസിന് ഒരു ഇക്വേഷൻ കിട്ടിയായിരുന്നു. R ഈക്വൽ ടു V/I എന്നൊരു ഇക്വേഷൻ കിട്ടിയായിരുന്നു. ഇതും എന്തിനാണ്? ഓമിൽ തന്നെയാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് 1 ഓം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. 1 ഓം എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കാം. 1 ഓം കിട്ടണമെങ്കിൽ ഞാനിവിടെ സപ്പോസ് ചെയ്യുവാണ്, ഞാനിവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 1 വോൾട്ട് ആണെന്ന് സപ്പോസ് ചെയ്യുക. ഒരു കണ്ടക്ടർ എടുത്തിട്ട് ഞാനൊരു സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ എടുക്കുവാണ്. അവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 1 വോൾട്ട് ആണെന്ന് അസ്യൂം ചെയ്തു. വോൾട്ടേജ് എന്താണ്? നമ്മുടെ 1 വോൾട്ട് ആണ്. ഇനി ആ സമയത്ത് അതിലേക്കൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് 1 ആംപിയർ കറണ്ടും ആണെന്ന് എടുക്കുവാണ്. അപ്പൊ കറണ്ട് I ഈക്വൽ ടു 1 ആംപിയർ. ഇനി ഈ രണ്ട് വാല്യൂസും ഈ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എങ്ങനെ വരും? R ഈക്വൽ ടു V/I അല്ലേ? അവിടെ ഞാൻ ഈ രണ്ടിന്റെ 1 ആണ് വന്നേക്കുന്നത് അല്ലെ? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 1/1 വരും. അതായത് 1 തന്നെ വരും അല്ലെ? 1. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? ഇനി ഓം ആണ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ്. R ഈക്വൽ ടു 1 ഓം വന്നു. അപ്പൊ നമുക്ക് 1 ഓമിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? 1 ohm is the value of resistance when a voltage of 1 volt and a current of 1 ampere is passed through that conductor അല്ലെങ്കിൽ സർക്യൂട്ട്. അതായത് എപ്പോഴാണോ ഒരു സർക്യൂട്ടിൽ കൂടെ ഒരു വോൾട്ടേജ് ഒരു വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്നത്, അതിനനുസരിച്ച് 1 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, ആ സമയത്ത് ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ആണ് 1 ഓം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. 1 ഓം എന്നാണ് ഡിഫൈൻ ചെയ്ത് പറഞ്ഞു. 1 ഓം എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കറണ്ടും 1 ആവുന്ന കേസിൽ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ആണ് 1 ഓം എന്ന് പറയുന്നത്. ഇനി തിരിച്ച് ഈ ഇക്വേഷനിലേക്ക് വരിക. ഇക്വേഷൻ R ഈക്വൽ ടു റോ ഇൻറ്റു L/A ആണെന്ന് പറഞ്ഞു. റോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റന്റ് ആണ് അല്ലെ? പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് റോ എന്ന് പറയുന്നത്. ഇനി ഈ റോയ്ക്ക് ഒരു പേരുണ്ട്. റോ അറിയപ്പെടുന്നതാണ് റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറയും. റോ എന്താണ്? റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ. റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി. നമുക്ക് റോയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിക്കാം. അപ്പൊ നോക്കിയേ, റെസിസ്റ്റിവിറ്റി റോ എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആറിനുള്ള ഈ ഇക്വേഷൻ നമുക്ക് കിട്ടിയായിരുന്നു റോ ഇൻറ്റു L/A എന്ന്. ഇതിൽ നിന്ന് റോ എന്ത് വരുമെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് റോയെ ഈ സൈഡിൽ നിർത്തിയിട്ട് L/A ഇപ്പത്തെ സൈഡിലേക്ക് കൊണ്ടുവരാൻ പോവാം. അപ്പൊ റോ ഈക്വൽ ടു ഇങ്ങനെ എഴുതാം. റോ ഈക്വൽ ടു R ഇൻറ്റു A/L ആണ് അല്ലെ? റോ ഈക്വൽ ടു R ഇൻറ്റു A/L. ഇനി ഈ ഇക്വേഷനിൽ ഞാൻ ഏരിയ 1 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഏരിയ ആക്കാൻ പോവാണ്. അതുപോലെ ലെങ്ത്തും 1 മീറ്റർ ആക്കാൻ പോവാം. അതായത് യൂണിറ്റ് ഏരിയയും യൂണിറ്റ് ലെങ്ത്തും ആക്കാനായിട്ട് പോവാം. അപ്പൊ എക്ക് ഞാൻ എന്ത് വാല്യൂസ് കൊടുത്തു? 1 മീറ്റർ സ്ക്വയർ എന്ന് കൊടുക്കുവാണ്. ലെങ്ത് 1 മീറ്ററും ആക്കി എഴുതുക. അപ്പൊ നമുക്ക് റോയുടെ ഇക്വേഷൻ എങ്ങനെ വരും? റോ ഈക്വൽ ടു R ഇൻറ്റു ഏരിയയ്ക്ക് പകരം 1 വന്നു, ഡിവൈഡഡ് ബൈ Lന് പകരം 1 വന്നു. അപ്പൊ R ഈക്വൽ ടു റോ എന്ന് നമുക്ക് ഫൈനലി എഴുതാം അല്ലെ? R ഈക്വൽ ടു റോ എന്ന് എഴുതാമല്ലോ. ഇതാണ് ആക്ച്വലി റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് 1 മീറ്റർ സ്ക്വയർ ഏരിയയും 1 മീറ്റർ ലെങ്ത്തും എടുത്താൽ ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എന്താണോ അത് തന്നെയായിരിക്കും അതിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. റെസിസ്റ്റിവിറ്റി ഒരു അളവാണ്. എന്ത് തന്നെയാണ് അത്? റെസിസ്റ്റൻസ് തന്നെയാണ്. അതായത് ഇപ്പൊ ഞാനിപ്പോ ഒരു വലിയ കണ്ടക്ടർ എടുക്കുവാണ്. ഇതാണ് ഒരു കണ്ടക്ടർ. ഇതിന്റെ ലെങ്ത്തോ ഏരിയ ഒന്നും എനിക്കറിയില്ല. ഇതില് ഞാൻ ഒരു ചെറിയൊരു അളവ് എടുക്കുക. ചെറിയൊരു 1 മീറ്റർ സ്ക്വയർ ഏരിയയും 1 മീറ്റർ ലെങ്ത്തും ഇതിന്റെ ഒരു പോർഷനിൽ നിന്ന് കട്ട് ചെയ്തെടുത്താൽ ആ പോർഷന്റെ റെസിസ്റ്റൻസ് എന്താണോ അത് തന്നെയായിരിക്കും അതിന്റെ റെസിസ്റ്റിവിറ്റി എന്ന്
പറയുന്നത്. മനസ്സിലായോ? അപ്പൊ റെസിസ്റ്റൻസ് എന്താണ്, റെസിസ്റ്റിവിറ്റി എന്താണ്? രണ്ടും ഒരേ കാര്യങ്ങൾ തന്നെയാണ്. റെസിസ്റ്റൻസ് എന്താണോ അത് തന്നെയായിരിക്കും റെസിസ്റ്റിവിറ്റി. ഇനി ഇത് ഓരോ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും. റെസിസ്റ്റൻസ് പോലെ തന്നെ റെസിസ്റ്റിവിറ്റിയും ഓരോ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ റെസിസ്റ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടറുകളാണ്. ഒന്നാമത്തത് ടെമ്പറേച്ചർ. ഒന്നാമത്തെ ഫാക്ടറാണ് ടെമ്പറേച്ചർ. നമ്മൾ റെസിസ്റ്റൻസിന് 4 ഫാക്ടേഴ്സ് ആയിരുന്നു ഡിപ്പെൻഡ് ചെയ്തത് കണ്ടിരുന്നത്. ഇവിടെ 2 ഫാക്ടേഴ്സ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിലൊരു ഫാക്ടറാണ് ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ മാറിയാൽ റോ വാല്യൂ മാറും. ടെമ്പറേച്ചർ ഫിക്സഡ് ആയിരുന്നാൽ മാത്രമേ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വാല്യൂവിൽ വരുള്ളൂ. ഈ രണ്ടാമത്തെ ഫാക്ടറാണ് നേച്ചർ ഓഫ് മെറ്റീരിയൽ. നേച്ചർ ഓഫ് മെറ്റീരിയൽ. നേച്ചർ ഓഫ് മെറ്റീരിയൽ എന്ന് ഉദ്ദേശിച്ചത് പഴയ റെസിസ്റ്റൻസിന്റെ കേസിലെ പോലെ തന്നെ സിൽവറിന്റെ റെസിസ്റ്റിവിറ്റി ആയിരിക്കില്ല കോപ്പറിനുള്ളത്, അതിന്റെ ആയിരിക്കില്ല ടങ്സ്റ്റൺ ഉള്ളത്, അതിന്റെ ആയിരിക്കില്ല അലൂമിനിയത്തിന്. അങ്ങനെ ഓരോ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോ റെസിസ്റ്റിവിറ്റി വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ റെസിസ്റ്റിവിറ്റിയിൽ ഓർത്തിരിക്കുക. ഇനി ഇതിന്റെ ഒരു യൂണിറ്റ് നമുക്ക് കണ്ടെത്തണം. യൂണിറ്റ് ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്താം. ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് യൂണിറ്റ് കണ്ടെത്താം. എന്താണ് റെസിസ്റ്റൻസിന്റെ റോ എന്ന് പറഞ്ഞാൽ R×A/L ആണ്. ഇതിൽ ഓരോന്നിന്റെയും യൂണിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആറിന്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ് ആറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഏരിയയുടെ യൂണിറ്റോ മീറ്റർ സ്ക്വയർ ആണ് ഏരിയയുടെ SI യൂണിറ്റ് വരുന്നത്. അതുപോലെ ലെങ്ത്തിന്റെ യൂണിറ്റ് വരുന്നത് മീറ്റർ ആണ് ലെങ്ത്തിന്റെ യൂണിറ്റ്. താഴെ മുകളിലും ഓരോ എം ഉണ്ട്, ഇത് ക്യാൻസൽ ആയി പോകും. ഫൈനൽ നമുക്ക് വരുന്നത് ഓം മീറ്റർ എന്നാണ് വരുന്നത്. അതായത് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് വരുന്നത് ഓം മീറ്റർ ആണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത്ര കാര്യങ്ങൾ റെസിസ്റ്റിവിറ്റിയെ കുറിച്ച് ഓർത്തിരിക്കുക. നമുക്ക് വേരിയസ് മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റീസ് എങ്ങനെ വരും, അതിന് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, റെസിസ്റ്റിവിറ്റി കൂടിയാൽ എന്ത് സംഭവിക്കും, റെസിസ്റ്റിവിറ്റി കുറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നെല്ലാം ഉള്ളതൊന്ന് നോക്കാം. മെറ്റീരിയൽസിനെ നമ്മൾ 3 ആയിട്ടാണ് മെയിൻലി ക്ലാസിഫൈ ചെയ്യുന്നത്. കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ 3 കേസിലും എങ്ങനെയാണ് റെസിസ്റ്റിവിറ്റിയിൽ വ്യത്യാസം വരുന്നത് നോക്കാം. ഇവിടെ ഇപ്പൊ ഞാൻ കുറച്ച് റേഞ്ച് എഴുതിയിട്ടുണ്ട്. അതായത് എവിടെ തൊട്ട് എവിടെ വരെയൊക്കെ വേരി ചെയ്യും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ കേസ് കണ്ടക്ടേഴ്സ്. കണ്ടക്ടേഴ്സിന്റെ കേസിൽ റെസിസ്റ്റിവിറ്റി വേരി ചെയ്യുന്നത് 10⁻⁻8നും 10⁻�6നും ഇടയ്ക്കാണ്. ഓം മീറ്റർ അതിന്റെ യൂണിറ്റ്. അതായത് ഭയങ്കര ചെറിയ വാല്യൂ. 10⁻⁸ എന്ന് പറഞ്ഞാൽ ഭയങ്കര താഴെയുള്ള വാല്യൂ. അപ്പൊ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, മാക്സിമം ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ മാക്സിമം കറണ്ടിനെ കടത്തി വിടുക എന്നാണ് അർത്ഥം. അപ്പൊ അവിടെ എന്തായിരിക്കും, റെസിസ്റ്റൻസ് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇത് ഏറ്റവും കുറവ് വാല്യൂ വന്നത്. ഇതിൽ തന്നെ ഏറ്റവും കുറവ്, ഏറ്റവും ലീസ്റ്റ് കണ്ടക്ടിവിറ്റി ഉള്ള റെസിസ്റ്റിവിറ്റി ഉള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് സിൽവർ ആണ്. സിൽവറിന് വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁸ ഓം മീറ്റർ ആണ്. സിൽവറിന്റെ റെസിസ്റ്റിവിറ്റി ആണ് 1.6 × 10⁻⁸ ഓം മീറ്റർ. ഭയങ്കര ചെറിയ വാല്യൂ ആണ് സിൽവറിനുള്ളത്. സിൽവർ ആണ് അതുകൊണ്ട് ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്ത കേസാണ് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ദേ ആർ പാർഷ്യൽ കണ്ടക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അതായത് അവർ പാർഷ്യലി ആണ് കണ്ടക്ട് ചെയ്യുക. ഇൻസുലേറ്ററിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റിയും അതിനുണ്ട്, കണ്ടക്ടേഴ്സിന്റെ ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയും അതിനുണ്ട്. അപ്പൊ അതിന്റെ റെസിസ്റ്റിവിറ്റി വരുന്നത് 10⁻⁴നും 10⁻³ ഓം മീറ്ററിനും ഇടയ്ക്കാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് സിലിക്കൺ ജെർമേനിയം. അതായത് 14th ഗ്രൂപ്പ് എലമെന്റ്സ് ഉണ്ടല്ലോ, പീരിയോഡിക് ടേബിളിലെ 14th ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആണ്. സിലിക്കണും ജെർമേനിയും ആണ് കോമൺലി കണ്ടുവരുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വരുന്ന കേസാണ് ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ബാഡ് കണ്ടക്ടേഴ്സ് ആണ്. അതായത് തീരെ അതിൽ കൂടെ കണ്ടക്ഷൻ നടക്കുന്നില്ല, അല്ലെ, ഇലക്ട്രിസിറ്റിയെ കടത്തി വിടാത്ത മെറ്റീരിയൽസ് ആണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ റെസിസ്റ്റിവിറ്റി എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. അത് മാക്സിമം കറണ്ടിനെ റെസിസ്റ്റ് ചെയ്യും. അപ്പൊ അതിന്റെ റെസിസ്റ്റിവിറ്റി വളരെ കൂടുതലായിരിക്കും. 10⁻⁴ നും 10⁻�16 ഓം മീറ്റേഴ്സിനൊക്കെ ഇടയ്ക്കായിരിക്കും വരുന്നത്. ഇതിൽ വരുന്നതാണ് ഗ്ലാസ്, ക്വാർട്സ് ക്രിസ്റ്റൽ, അതുപോലെ റബ്ബർ, പ്ലാസ്റ്റിക്, പേപ്പർ. അതെല്ലാം ഏതിൽ വരുന്ന കേസിൽ വരുന്നതാണ്, ഇൻസുലേറ്ററിന്റെ കേസിൽ വരുന്നതാണ്. അപ്പൊ ഈ 3 ക്ലാസിഫിക്കേഷൻ ഓർത്ത് വെക്കുക. ഒപ്പം തന്നെ ഇതിന്റെ റേഞ്ച്, റെസിസ്റ്റിവിറ്റിയുടെ റേഞ്ചും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക.